Hi friends, welcome to the channel Kasturi's World. ഇന്ന് ഞാനും എൻ്റെ സുഹൃത്തായ ബിജുവും കൂടി ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ നഗരത്തിന് 1 കിലോമീറ്റർ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന പാണ്ഡവൻപാറയിലേക്കാണ് സൈക്കിൾ യാത്ര. ഇപ്പോൾ സമയം 5:30. ഞങ്ങൾ യാത്ര തുടരുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ മാവേലിക്കരയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്നും 13 കിലോമീറ്റർ കൂടി മതി പാണ്ഡവൻപാറയിലെത്താൻ. നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ചെങ്ങന്നൂർ റെയിൽവേ ബ്രിഡ്ജിന് സമീപമെത്തി. നമുക്കിവിടുന്ന് ഇടത്തോട്ട് തിരിയണം പാണ്ഡവൻപാറയിലേക്ക് പോകാൻ. നല്ല കുത്തനെയുള്ള കയറ്റം, അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾക്ക് സൈക്കിളിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. അപ്പം നടന്ന് കയറുക കുറച്ച്. വലിയ കയറ്റമായിരുന്നു. നമ്മൾ പാണ്ഡവൻപാറയിലെത്തി ഇരിക്കുകയാണ്. ഈ കാണുന്ന കാഴ്ച പാണ്ഡവൻപാറയുടെ മുൻവശത്തേക്കുള്ള ഭാഗമാണ്. നമ്മൾ ഈ കാണുന്നത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. ഇത് പാണ്ഡവൻ പാറയോട് ചേർന്നിരിക്കുന്ന ഭാഗമാണ്. ഇത് വിചിത്രമായ ഒരു പാറയാണ്. പണ്ട് മഹാഭാരത കഥയിലെ പഞ്ചപാണ്ഡവന്മാർ വനവാസകാലത്ത് ഇവിടെ ഒളിച്ചു താമസിച്ചിരുന്നു എന്നാണ് ഐതിഹ്യം. ഇതിൻ്റെ തെളിവായി കുറേ പാറക്കൂട്ടങ്ങൾ നമുക്കിവിടെ കാണാം. ഭീമൻ്റെ കാൽപ്പാട് പതിഞ്ഞ് എന്ന് വിശ്വസിക്കുന്ന ഇടവും താമരപ്പാറയും ചെണ്ടപ്പാറയും മദ്ദളപ്പാറയും ഇടപ്പാറയും താവളപ്പാറയും പടിപ്പുരപ്പാറയും എല്ലാം നമുക്കിവിടെ കാണാം. ഇവിടെ നിന്ന് കുറച്ച് അകലെ മാറിയാണ് നൂറ്റവാൻപാറ സ്ഥിതി ചെയ്യുന്നത്. പാണ്ഡവന്മാരുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ തേടി വന്ന കൗരവരുടെ പേരിലാണ് ഈ നൂറ്റവാൻപാറ. ഈ കാണുന്നത് ഒരു കുളമാണ്. ഏത് വേനൽക്കാലത്തും ഇതിലെ വെള്ളം വറ്റാറില്ല എന്നതാണ്. ഈ കുളത്തിലെ വെള്ളത്തിന് കടലുമായോ കായലുമായോ എന്തോ ബന്ധമുണ്ടെന്ന് ആളുകൾ വിശ്വസിക്കുന്നു. ഏത് വേനൽക്കാലത്തും ഇവിടുത്തെ വൃക്ഷങ്ങൾ ഉണങ്ങില്ല എന്നാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഈ കാണുന്ന പാറയാണ് പടിപ്പുരപ്പാറ. പഞ്ചപാണ്ഡവന്മാരിൽ കരുത്തനായ ഭീമസേനൻ വിശ്രമിക്കാൻ വേണ്ടി എടുത്തു വെച്ച പാറയാണിത്. ഈ പാറയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചെറിയൊരു സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. ഈ കാണുന്നതാണ് ചെണ്ടപ്പാറ. ഇതിൽ കൈകൊണ്ട് കൊട്ടുമ്പം ചെണ്ടയുടെ സൗണ്ടാണ് ഉള്ളത്. ഈ കാണുന്ന പാറയാണ് മദ്ദളപ്പാറ. ഇതിൽ കൈകൊണ്ടോ കല്ലുകൊണ്ടോ കൊട്ടുമ്പോൾ മദ്ദളത്തിൻ്റെ സൗണ്ട് കേൾക്കാം എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ ഇതിൻ്റെ താഴോട്ട് ഇറങ്ങിച്ചെല്ലുകയാണ്. പാണ്ഡവന്മാർ വനവാസ കാലത്ത് ഈ ഗുഹയ്ക്കുള്ളിലാണ് ഒളിവിൽ താമസിച്ചിരുന്നത്.
തിരിച്ച് ഞാൻ വളരെ കഷ്ടപ്പെട്ട് മുകളിലോട്ട് വലിഞ്ഞു കയറുകയാണ്. മഴ സമയത്ത് ഇത് വളരെ സ്ലിപ്പായിട്ടിരിക്കും. ഇത് ക്ഷേത്രത്തിൻ്റെ പിൻവശത്തുള്ള കാഴ്ചയാണ്. ഞാൻ ഈ ഇരിക്കുന്ന പാറയുടെ പിൻഭാഗം എന്ന് പറഞ്ഞാൽ താമരപ്പാറയാണ്. ഇത് താമരയുടെ ആകൃതിയിലുള്ളതുകൊണ്ടാണ് ഇതിനെ താമരപ്പാറ എന്ന് പറയുന്നത്. താഴെ ഈ കാണുന്ന ഭാഗത്തായിരുന്നു ഭീമസേനൻ വിശ്രമിച്ചിരുന്നത്. അതേപോലെ ഈ കാണുന്ന പാറയിലാണ് ഭീമസേനൻ്റെ കാൽപ്പാട് പതിഞ്ഞിട്ടുള്ളതെന്ന് പറയപ്പെടുന്നത്. ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നൂറ്റവാൻ പാറയുടെ വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.